ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രീ പി വി അൻവർ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് റിപ്പോർട്ടറിൽ. വെരി ഗുഡ് മോർണിംഗ് ശ്രീ പി വി അൻവർ. ഗുഡ് മോർണിംഗ്. പി വി അൻവറിനെ ഞങ്ങൾ ഫോണിൽ സൗഹൃദത്തിൽ വിളിക്കുന്നത് ബ്രദർ എന്നാണ്. പി വി അൻവർ തിരിച്ചും ആ സൗഹൃദം ഇപ്പോഴും ഉണ്ടെന്ന് കരുതുന്നു ശ്രീ പി വി. തീർച്ചയായിട്ടും എന്നെ ഇടങ്ങാറാക്കാഞ്ഞാൽ മതി. ചോദ്യങ്ങളല്ലേ പി വി അൻവർ, ഈ ജോലി അതായതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു ഇന്നലെ പി വി നടത്തിയ ചില സൂചനകൾ, അതൊക്കെ വളരെ സൗഹാർദ്ദപരമായ ആശയ സംഘർഷം മാത്രമാണെന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പി വി, ഞാൻ വളരെ ലൈറ്റായിട്ട് തുടങ്ങിയാൽ, ഇന്നലെ അങ്ങ് കുഴിമന്തിയുമായി ബന്ധപ്പെട്ടും ഈ ഫ്രൈ ഐസുമായി ബന്ധപ്പെട്ടുമൊക്കെ നടത്തിയ ഒരു പരാമർശമുണ്ട്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ തലമുറ കേട്ടിരിക്കേണ്ട ഒന്നാണ്. ഈ സെഡമെന്ററി ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഒരു ഹൃദ്രോഗ ദിനമായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ആ ദിവസം അങ്ങ് ഇന്നലെ തുടങ്ങിയത് നന്നായി. പക്ഷെ അതിനെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ പോരാളികൾ വളരെ വികലമായി ചിത്രീകരിച്ച് താങ്കളെ ഒരു കുഴിമന്തി വിരുദ്ധനും ഒരു ഐസ്ക്രീം വിരുദ്ധനും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീ പി വി അൻവർ, താങ്കൾക്കൊപ്പം നിന്നിരുന്ന സൈബർ പോരാളികളാണ് പലരും. അല്ല, അത് ആരാണെന്ന് എനിക്കറിയില്ല, മനസ്സിലാവാത്തതുകൊണ്ടല്ല. അതൊരു തമാശ, അവർക്ക് ട്രോളാനുള്ളൊരു വേദി അവർക്കെന്തെങ്കിലും കിട്ടുക. ട്രോളുന്നവരെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പോയിന്റ് കിട്ടിയാൽ അത് ട്രോളുക, അത് തമാശയാക്കുക, അത് ആ സ്പിരിറ്റിലെടുത്താൽ മതി. അതൊക്കെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടാൽ മതി. ശരി, മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. അതെ, അത് പൊതുസമൂഹം ഇതൊരു വലിയ വിഷയമായി നാട്ടിൽ നിലനിൽക്കുകയാണ്, അതുകൊണ്ട് പറഞ്ഞതാ. ശ്രീ പി വി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു, നേരിൽ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണത്. താങ്കളെ നേരത്തെ ഒരു ദുസൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണ് മുഖ്യമന്ത്രി. താങ്കളെ ഒരു കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്, അതിപ്പോൾ വ്യക്തമായിരിക്കുകയാണോ? ഡോക്ടർ അരുൺ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പറയുന്നത് കേരളത്തിലെ 1.5 കോടി ജനവും ഇന്നോ നാളെയായിട്ട് കേൾക്കുമല്ലോ. ഇത് മനസ്സിലാവാത്തൊരാൾ അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടല്ല. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. എന്നെ മൊഴിയെടുത്ത IG യോട് ഞാൻ പറഞ്ഞത്, ഈ 102 CRPC പ്രകാരം സ്വർണം എയർപോർട്ട് പരിസരത്ത് നിന്ന് പോലീസ് പിടിച്ചതിൽ 180ഓളം കേസുകളുണ്ട്. ഈ 180ഓളം കാരിയേഴ്സിനെ, പാസഞ്ചേഴ്സിനെ, അതിലൊരു 10ഓ 20ഓ ആളെ വിളിച്ച് നിങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അവരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ എയർപോർട്ട് കിടന്നിട്ട് ഈ സ്വർണം എങ്ങനെയാണ് പോലീസ് പിടിച്ചത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് ഇവരുടെ പെട്ടി പൊട്ടിച്ചത്, എത്ര സ്വർണമാണ് എടുത്തത്, എവിടെയാണ് ഒരുക്കിയത്, ആരാണ് കോടതിയിൽ കൊടുത്തത്, പബ്ലിക്കായിട്ട് ആരാണ് ഇതിൻ്റെ വിറ്റ്നസ് ഉള്ളത്. ഈ കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചാൽ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടും. ഒരാളെ ഇതുപോലെ വിളിച്ച് അന്വേഷിച്ചായിട്ട് എനിക്ക് ഈ നിമിഷം വരെ വിവരമില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതും ദുസൂചന നൽകുന്നതും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എന്താ മുഖ്യമന്ത്രി പറഞ്ഞ്? മുഖം തിരിച്ചിരുത്തി മറച്ചു വെച്ച് പ്രതികളെ, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ കൈയുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നു, അൻവറാണോ അതിൻ്റെ പിന്നിൽ? അത് എനക്കറിയില്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഒരു ചിരി. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ അന്വേഷണം തുടർന്നു. ഞാനൊരു 4-5 മാസമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ കാരിയർമാരുമായി ബന്ധപ്പെട്ടും ഇവരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാരണം എനിക്കിതിന് തെളിവ് കിട്ടണ്ടേ, ഇതിന് വസ്തുത ഉറപ്പ് വരുത്തണ്ടേ. അതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 പാസഞ്ചേഴ്സ്, ഒന്ന് ആ പാസഞ്ചറെ റിസീവ് ചെയ്യാൻ പോകുന്നത് സ്വന്തം അച്ഛനും അമ്മയാണ്, അവരെ കൂടെ ഇരുത്തി അവരെ പറയുന്നത് നിങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് വേറൊരു പാസഞ്ചർ, ഭാര്യയും മകനും കൊച്ചുകുട്ടിയും വന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയും ഒരു അമ്മാവൻ്റെ പുത്രനുമാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് അവരിത് പറഞ്ഞു. ഈ 2 കുടുംബവും ഈ എയർപോർട്ടിൽ പോയി ഈ സ്വർണം കൊണ്ടുവന്നവരെ സ്വീകരിച്ചവരാണ്. ഈ പ്രോസസ്സിൽ ഫുള്ളായിട്ട് അവരവരുടെ കൂടെയുണ്ട്. അവരവരുടെ അനുഭവം പറഞ്ഞു. ഈ നിമിഷം വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഈ 2 ആളുകളെ മുഖം വ്യക്തമാക്കിയ കൃത്യമായ അഡ്രസ്സ് ഞാൻ പറഞ്ഞ ഈ 2 ആളുകളെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? അവരൊന്ന് വിളിപ്പിച്ചോ? അവരോടൊന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ അവർക്ക് പല ഭീഷണി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ രീതിയിൽ സാമ്പത്തികമായി അവരെ സ്വാധീനിച്ച് ഇത് അൻവർ പറയിപ്പിച്ച എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ തെളിവ് കോടതിയിൽ കിടക്കുന്നുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഡോക്യുമെന്റഡ് ആണല്ലോ.
അപ്പോൾ ഡോക്ടർ അരുൺ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞുതരൂ. ശ്രീ ഹംസ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പോലീസുകാർ സ്വർണം എടുക്കുന്നു എന്നതാണ് PV അൻവറിന്റെ പരാതി. ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് PV അൻവറിന്റെ പരാതിയേ അല്ലേ? അവരുടെ സംഘത്തിലെ ഒരാൾ എന്ന നിലയിലാണോ PV അൻവർ സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം ശ്രീ ഹംസ അടക്കം ഉന്നയിക്കുന്നുണ്ട്. ശ്രീ PV അൻവർ, ഇത് പൊതുസമൂഹത്തിൽ നിൽക്കുന്നൊരു വിഷയമാണ്. നമുക്കതിനൊരു ഉത്തരം കൊടുക്കാൻ വേണ്ടിയെങ്കിലും അങ്ങ് പറയൂ. അങ്ങേക്ക് ആഫ്രിക്കയിൽ സ്വർണ്ണഖനികളുണ്ട്. ഈ ചിലർ അടക്കം പറയുന്നത് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുണഭോക്താവാണോ എന്ന് ചിലർ സംശയിക്കത്തക്ക രീതിയിൽ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു നരേറ്റീവ്, ഒരു കെട്ടുകഥ ചമയ്ക്കുന്നുണ്ടോ പിറകിൽ? ഇല്ല, ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടില്ല. കാരണം പോലീസിന് ഇത് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം സ്വർണം കൊടുത്തു വിടുന്നത് ദുബായിൽ നിന്നാണ്. ദുബായിൽ കേരള പോലീസിന് പോയി അന്വേഷിക്കാൻ എന്താണ് വഴിയുള്ളത്? കസ്റ്റംസ് ആക്ട് അത് അലൗഡാണ്, അത് ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. അവർക്ക് പോയി അന്വേഷിക്കാമല്ലോ. അപ്പോൾ ആ ഭാഗം പോലീസ് അടച്ചു. ഇനി പോലീസിന് തുറക്കാൻ പറ്റുന്നൊരു ഭാഗം എന്താണ്? ഈ കൊണ്ടുവന്നവർ ആർക്ക് കൊടുക്കാനാണ് ഈ കൊണ്ടുവന്നത്? അവരാരെങ്കിലും പിടിച്ചോ? ഈ പോലീസ് ഈ 100 ചില്ലാനം കേസിൽ ആരെങ്കിലും പിടിച്ചോ? ഈ 102 CRPC പ്രകാരം മൊഴിയെടുക്കുമ്പോൾ ഇത് നീ ആർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു അത് അവർക്ക് ചെയ്യാലോ. അപ്പം അത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പരത്തി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പോലീസിന് ഈ സ്വർണം പിടിച്ചാൽ അവർ ആദ്യം ചെയ്യണം. മുഖ്യമന്ത്രി പറയുന്ന ഒക്കെ തെറ്റല്ലേ ഡോക്ടർ അരുൺ? കസ്റ്റംസ് ആക്ട് പ്രകാരം എയർപോർട്ട് വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഐദർ എയർപോർട്ട് ഓർ സീപോർട്ട് എനിവേ വിദേശങ്ങളിൽ നിന്ന് വരുന്ന സ്വർണം, നികുതി വെട്ടിച്ച് വരുന്ന സ്വർണം പിടിച്ചാൽ അതിൻ്റെ അതോറിറ്റി ആരാണ്? കസ്റ്റംസ് ആണ്. പോലീസിന് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ അത് പോലീസ് കസ്റ്റംസിനാണ് കൈമാറേണ്ടത്. ഇനി കസ്റ്റംസിനിൽ കള്ളന്മാരുണ്ട്, വാസ്തവമാണ്. അവർക്ക് കൈമാറിയാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പുറത്തുനിന്ന് പിടിക്കണം. പുറത്തുനിന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യണം? കസ്റ്റംസിന് കൈമാറണം, അവരുടെ റിവാർഡ് വാങ്ങണം. ഇതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എത്ര കോടി രാജ്യത്തിന് കിട്ടേണ്ട പണമാണ് പോകുന്നത്? അപ്പോൾ കസ്റ്റംസുകാരാണല്ലോ ഈ പ്രതികളുടെ വിവരം ആർക്ക് കൊടുക്കുന്നത്? ഈ ഡാൻസ് ഓഫ് സംഘടനും സുജിത്താനും അജിത് കുമാറിനും കൊടുക്കുന്നത്. അവർ പക്ക, എനിക്കൊരു സമയം തരണം, ഒന്ന് വിശദീകരിക്കണം ഈ വിഷയം. ഇതിൽ ഡോക്ടർ അരുൺ, ഇന്ത്യയിലെ എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ സ്വർണം വേട്ട നടക്കുകയും അതിൽ കസ്റ്റംസ് പങ്കാളികളാവുകയും CBI വരികയും കസ്റ്റംസിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും കേസിൽ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവിടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ് മെഷീൻസാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വർണത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ടെങ്കിൽ ആ പാക്കിങ്ങിലൂടെ കാണാൻ കഴിയും. അപ്പോൾ കൃത്യമായും ഈ കസ്റ്റംസുകാർ ഇത് കാണുകയാണ്. അവർക്ക് അവിടെ പിടിച്ചാൽ പോരെ? പിടിക്കുന്നില്ലല്ലോ. അവർ മെല്ലെ കടത്തി വിടുന്നു, പുറത്തേക്ക് വിവരം കൊടുക്കുന്നു, ഇന്ന ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ ഇട്ട് പിടിക്കുന്നു. അപ്പോൾ ആ പിടിച്ചിട്ട് പിന്നെ അവരിഷ്ടമുള്ളടത്ത് കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ മിനിയാന്ന് ഞാൻ എന്താ ചെയ്തത്? ഈ പത്രക്കാരെ മുഴുവൻ കൂട്ടിയിട്ട് ഈ അപ്രൈസർ ഉണ്ണിയുടെ വീടും സ്വത്തും കാണിക്കേണ്ടതൊന്നുമില്ല അരുൺ? നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. 3 വർഷം മുമ്പ് ഒരു ചെറിയ സ്വർണ്ണപ്പണിക്കാരൻ മാത്രമായിരുന്ന ഉണ്ണി ഇത്രയും സമ്പാദിച്ചത് അവനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇങ്ങനെ ഇരുന്നിട്ട് PV അൻവറാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ PV അൻവർ ആവോ? അങ്ങനെ ഒരു കേസ് വരുന്നുണ്ടാവും, അതിന്റെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടാവും. ശ്രീ AK ബാലനും LDF കൺവീനറും അതിന്റെ സാങ്കേതികത്വത്തിൽ പിടിച്ചാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. കേരള പോലീസിന് എങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസ് ഈ BNS വരുന്നതുവരെ, ഭാരതീയ ന്യായ സംഹിത വരുന്നതുവരെ അന്വേഷിക്കാൻ കഴിയുക? 102 അങ്ങ് പറഞ്ഞതുപോലെ ഒരു കളവ് മുതൽ എന്ന രീതിയിൽ മാത്രമേ അത് ട്രീറ്റ് ചെയ്യാൻ കഴിയൂ. അതെങ്ങനെ അന്വേഷിക്കും? ഒരു കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്നതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് SIT ഈ വിഷയം പൊതുവായി അന്വേഷിക്കുന്നുണ്ട്. റിപ്പോർട്ട് വരുന്നതുവരെ അങ്ങൊന്ന് ക്ഷമിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എടുത്തുചാട്ടം എന്ന നിലയിൽ കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് അങ്ങൊന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. എങ്ങനെയാണ് ഒരു അപ്രൈസർക്കെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് കേരള പോലീസിന് കേസിടാൻ കഴിയുക? അത് ഇൻകം ടാക്സോ ED ഒക്കെ അന്വേഷിക്കേണ്ട കേസല്ല. EDക്ക് പോലും വരാൻ കഴിയില്ല, FIR ഇല്ലാത്തതുകൊണ്ട്. അല്ല, അത് പോലീസിനെ അന്വേഷിച്ചിട്ട് പോലീസിന് വിജിലൻസിന് കൈമാറാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സിന് കൈമാറാലോ. ഒരു ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്താൽ അതിൻ്റെ കൺസെൻറ്റ് അതോറിറ്റിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? അത് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മണ്ണെടുക്കുന്നു, പാറ പൊട്ടിക്കുന്നു, അത് പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യുക? ജിയോളജി വകുപ്പിന് കൈമാറൂലേ? കുറച്ച് മരം ആളുകൾ ഫോറസ്റ്റിന് കട്ടുമുറിച്ചുകൊണ്ടേ പോലീസാണ് പിടിക്കുന്നത്. ആർക്കാ കൈമാറുക? ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റില്ലേ കൈമാറുക? ആ കൈമാറുന്നതോട് കൂടി പോലീസിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പം ഇവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മെഡിസിൻസ് വരുന്നുണ്ട്. അതാരാ പിടിക്കുക? പോലീസിൻ്റെ ശ്രദ്ധയിൽ പോലീസിനൊരു മെസ്സേജ് കിട്ടി അവർ
ഇത് പരിശോധിച്ച് ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് മെഡിസിൻ കിട്ടിയാൽ ഡ്രഗ് കൺട്രോളിന് കൈമാറണം. ഇതല്ലേ നാട്ടിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? മുഖ്യമന്ത്രി ഇന്നിപ്പോ ദേശീയ പത്രത്തിൽ താങ്കളെ ഈ ഹവാലയുമായും കള്ളക്കടത്തുമായും ബന്ധിപ്പിക്കുന്നത്, ഈ പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകൻ, നെഹ്റു വന്ന് വീട്ടിൽ താമസിച്ചിരുന്ന മകൻ, പാകിസ്ഥാൻ പോലും വിഭജിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ മകൻ, ഒരു AICC അംഗത്തിൻ്റെ മകൻ, ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് മൈക്കെടുത്ത് സംസാരിച്ചാൽ ആയിരങ്ങൾ പിന്തുണയുമായി ഒപ്പം ഉറപ്പുവരുമെന്നുള്ള PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റിയും PV അൻവറിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും കൂടിയാണോ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നത്? ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം പൊതുസമൂഹത്തിന് മനസ്സിൽ അങ്ങേ ഒരു കള്ളക്കടത്തുകാരൻ്റെ ഏജന്റായി ചിത്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു പാർട്ടി എന്നത് വ്യക്തമായി തന്നെ പറയുകയാണ്. അതവർ പറയട്ടെ അരുൺ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുമല്ലോ. അത് പാർട്ടിയുടെ ചില രീതികൾ നമുക്കറിയാലോ. പക്ഷെ എനിക്ക് പാർട്ടി ലീഡേഴ്സിനോടും പാർട്ടിയുടെ സഖാക്കളോടും പറയാനുള്ളത്, ഇതൊരു വ്യായാമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ എത്താൻ പോകുന്നില്ല. ഈ പറയുന്ന രീതിയിൽ അവർക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പേരിൽ ഒരു പക്ഷേ കള്ളക്കേസുകളൊക്കെ എടുക്കാൻ പറ്റിയേക്കാം. കാരണം അത് നമുക്ക് എത്രയോ അനുഭവങ്ങൾ ഈ നാട്ടിലുള്ളതാണ്. അതിലപ്പുറം ഒരു ഇഞ്ച്, ഒരു സെൻറ്റിമീറ്റർ കേരളത്തിലെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനോ പരിപൂർണമായിട്ടും മുഖ്യമന്ത്രി പറയുന്നത് സമ്മേളന വേദികളിൽ എത്തുന്ന മനുഷ്യരോട്, അത് കേട്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങ് തുറന്നു പറയാൻ, ഈ സ്വർണ്ണക്കടത്തിലെ ആനുകൂല്യം ഒരു ഇഞ്ച് പോലും, ഒരു നയാ പൈസയുടെ ആനുകൂല്യം പോലും ശ്രീ PV അൻവർ പറ്റിയിട്ടില്ല എന്നുള്ളതല്ലേ വാസ്തവം? എനിക്കത് തട്ടേണ്ട കാര്യം എന്താ? അതിനെനിക്ക് ഉണ്ടായിരുന്നത് അത് പറ്റി നടന്നാൽ പോലെ. ഇപ്പം ഈ പറയുന്നത് എന്താണ് ഈ പ്രതിപക്ഷം ശക്തമായി ഇത് ഏറ്റെടുക്കാത്തത്? എൻ്റെ ഡോക്ടറെ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്? ഞാനീ പറയുന്ന നെക്സസ്, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, വെരി സീരിയസ്. ഈ പറയുന്ന സംസ്ഥാനതല നേതാക്കന്മാരെല്ലാവരും എല്ലാ പാർട്ടിയിലും അല്ല ഞാൻ പറയുന്നത്. ബട്ട് ദർ ഈസ് എ ഗ്യാങ്, ദർ ഈസ് എ നെക്സസ്. ആ നെക്സസ് ജില്ല വരെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ താഴേക്കടയിലേക്കും അത് പടരുന്നുണ്ട്. എന്തിന്? ഈ പഞ്ചായത്ത് തലത്തിലൊക്കെ ഗവൺമെൻറ് വർക്കുകൾ, മറ്റു കാര്യങ്ങൾ. അപ്പോൾ കോൺട്രാക്ടർമാർ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും, ഭരണകക്ഷി ഈ പറയുന്ന LDF ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ലീഡർഷിപ്പ് തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം മുകളിൽ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ നെക്സസ് വളർന്നു വന്ന് വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ നിൽക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജില്ലാ തലത്തിൽ അങ്ങനെ നെക്സസ് നിൽക്കുന്നു. അത് താഴേക്കടയിലേക്ക് പഞ്ചായത്ത് ലെവൽ വരെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ അരുൺ, ഇതിൻ്റെ ആഫ്റ്റർ ഓൾ റിസൾട്ട് എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്ക് അവരുദ്ദേശിക്കുന്ന പോലുള്ള നീതി കിട്ടാൻ പോകുന്നില്ല. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അത് ശരിക്കും ഒരു പരിധിവരെ ഈ ആം ആദ്മി പാർട്ടി ഉയർത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ സംശുദ്ധ രാഷ്ട്രീയം എന്ന ഒരാശയമാണ് താങ്കൾ ഉയർത്തിപ്പിടിക്കുന്നതൊക്കെയാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. അതെന്തുമാവട്ടെ, ഞാൻ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഇനി P രാജീവ് പാർട്ടി പത്രത്തിൽ എഴുതിയിരിക്കുന്നതും AK ബാലൻ അല്പസമയം മുമ്പ് പറഞ്ഞതുമായ വാചകം ചുരുക്കിയാൽ ഇങ്ങനെയാണ്: പാർട്ടി വിരുദ്ധതയുടെ ആയുധമായി താങ്കൾ മാറി, മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ സംരക്ഷകൻ എന്നുള്ള ഒരു ഇമേജിനെ പൊളിക്കലാണ് താങ്കളുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ സ്നേഹം വ്യാജമായിരുന്നു ശ്രീ PV അൻവർ? ഞാൻ അതിൽ സത്യത്തിൽ ഞാൻ കോൺഗ്രസ് വിടുന്നത് എങ്ങനെയാണ് ഡോക്ടർ അരുൺ? കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താ? ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം. ജനാധിപത്യം ഒരു ഘട്ടത്തിൽ പാടെ തകർന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എന്തായാലും ഒരു ഇലക്ഷൻ നടത്തി ഖാർഗെയെ പ്രസിഡന്റാക്കി തിരഞ്ഞെടുത്ത സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ പാടെ തകർന്നിരുന്നു കോൺഗ്രസിന് ഒരു ഘട്ടത്തിൽ. ഒന്ന്, മതേതരത്വം. പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ അന്നത്തെ ലീഡർഷിപ്പ് ഈ പറയുന്ന പലരുമായി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി. ഭൂരിപക്ഷ സമുദായം ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, ഒരു പ്രദേശത്ത് ക്രൈസ്തവരാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, ഒരു ഭാഗത്ത് ഹൈന്ദവരാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മതേതരത്തിലേക്ക് കോൺഗ്രസ് പോയി. അപ്പോൾ ജനാധിപത്യം ഇല്ല, മതേതരത്വം ഇല്ല, പിന്നെന്താണ്? സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളവരിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുക. ഇതിലൊക്കെ ചെറുതായിട്ട് വീഴ്ചകൾ വന്നപ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങൾ സംസാരിക്കുകയും അതിനുവേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടി എൻ്റെ കൺമുമ്പിലുണ്ട്. പിന്നെ മതേതരത്വത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു പാർട്ടി എന്ന ബോധ്യം എനിക്കുണ്ടാവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ 2-3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പാർട്ടിയും ഇവരുമായി സഹകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രബലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വർഗീയതയാണ്. ആ വർഗീയതക്കെതിരെ എത്രയോ 200-300ഓളം സഖാക്കൾ മരിച്ചു വീണ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ അതിൽ സത്യസന്ധതയുണ്ട്, അതിൽ വസ്തുതയുണ്ട്. അപ്പം ഈ വരാൻ പോകുന്ന കേരളത്തിൽ, വരാൻ പോകുന്ന ഇന്ത്യയിൽ ഈ ഫാസിസത്തെ തടുത്തു നിർത്താൻ
അവരുമായി യോജിച്ചുള്ള ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഞാൻ ഇതിൽ വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിയിട്ടുള്ളത്. പക്ഷേ വന്ന് തൃശ്ശൂർ പൂരം കലങ്ങിയത് തൊട്ട് വന്ന് പരിശോധിച്ച് ഏറ്റവും അവസാനം ഇപ്പോൾ എന്നെ കള്ളനാക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന എൻ്റെ ജീവിതവും എൻ്റെ ജീവനും കൊടുക്കാൻ തയ്യാറായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു സഖാവ് പിണറായി വിജയൻ. പക്ഷേ അവിടെ ഒരു ഘട്ടമെത്തുമ്പോൾ ഞാൻ കാണുന്നത് വലിയ വിശാലമായ ഒരു പൊട്ടക്കിണറാണ്. അപ്പോൾ ആ പൊട്ടക്കിണറിൻ്റെ വക്കത്തെത്തി നിൽക്കുകയായിരുന്നു ഞാൻ. ഒരു തള്ളിയാൽ ഞാൻ അതിലേക്ക് പോകുമായിരുന്നു. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളെ ഒരു പക്ഷേ ആ പൊട്ടക്കിണറിലേക്ക് ഇട്ട് മൂടാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു ക്രമേണ എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാനത് പുറത്ത് പറയണ്ടേ ഡോക്ടർ അരുൺ? അങ്ങ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒക്കെ സമസ്തയുടെ ഹൃദയങ്ങളിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. അവിടെ ന്യൂനപക്ഷം മുഖ്യമന്ത്രിക്കൊപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിലപാട് അറിയിച്ച് ഒപ്പം നിൽക്കുന്നു. ലോക്സഭയിൽ കൈവിട്ടു പോയെങ്കിലും അപ്പോൾ മലബാർ മേഖലയിലടക്കം ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള ഇടതുകോട്ടകൾ പിണറായി വിജയൻ ഉണ്ടാക്കുന്നു. ആ പിണറായി വിജയൻ പൊട്ടക്കിണറ്റിലേക്ക് ന്യൂനപക്ഷങ്ങളെ തള്ളിയിടാനുള്ള പദ്ധതി ഒരുക്കിയതിൽ നിന്ന് താങ്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അവരോട് വിളിച്ചു പറയുകയാണ്, ഒരു പൊട്ടക്കിണറ്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ്. അങ്ങനെയാണോ CPV അൻവർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അഥവാ മുഖ്യമന്ത്രിയുടെ അറിവോടെ ന്യൂനപക്ഷങ്ങൾക്കൊരു പൊട്ടക്കിണർ ഒരുങ്ങുന്നു? അല്ല, അതിൽ ചെറിയ തിരുത്തുണ്ട്. ഈ പൗരത്വ ഭേദഗതി സമയത്തൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്ങനെ നിലപാടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നൊക്കെ നമ്മളത് കണ്ടതാണ്. അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ഇടപെടൽ തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു അടുത്ത കുറച്ച് കാലഘട്ടമായിട്ട് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഈ പറയുന്ന BJPയുമായിട്ടുള്ള അന്തർധാരയും ഈ പറയുന്ന ADGP അജിത് കുമാർ ഇതിലേക്ക് കടന്നു വരികയും അദ്ദേഹം ഈ പറയുന്ന തൃശ്ശൂർ പൂരമടക്കമുള്ള സംവിധാനത്തിൽ ഇടപെടുകയും BJPയെ ജയിപ്പിക്കത്തക്കുള്ള ഒരു രാഷ്ട്രീയ മണ്ണൊരുക്കാൻ തൃശ്ശൂരിനെ സജ്ജമാക്കുകയും അതിനുശേഷം ഞാൻ കൊടുത്ത പരാതിയിലെടുത്ത നിലപാടുകളും അത് ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്കുണ്ടായ ബോധ്യങ്ങളും, അപ്പോൾ ഈ ഒരു 1.5 വർഷത്തിൻ്റെ അകത്താണ് ഇത്ര വലിയൊരു ഡെവലപ്മെൻറ്റ്. ഞാൻ ഈ പറഞ്ഞ പൊട്ടക്കിണറിലേക്കുള്ള യാത്രയിലേക്ക് ഈ പൊതുസമൂഹത്തെ, ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ന്യൂനപക്ഷം മാത്രമല്ല. ഇവിടെ ന്യൂനപക്ഷങ്ങളല്ലല്ലോ വർഗീയതയോടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ മരണപ്പെട്ടവരാരാ? രക്തസാക്ഷികളാരാ? ഈ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? എത്ര കുടുംബങ്ങളുണ്ട് കേരളത്തിൽ? കണ്ണൂരിൽ എത്ര കുടുംബങ്ങളുണ്ട്? എനിക്കിപ്പോൾ അതും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ RSSുമായി ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോയതാരാ? അത് എത്ര അപകടകരമാണ്. ഈ രക്തസാക്ഷികളെയൊക്കെ മറന്നോ? ഇതിങ്ങനെ മറക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണോ? അപ്പോൾ ആ പൊട്ടക്കിണറ്റിലേക്ക് വീഴാൻ പോകുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ, മതേതര ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന, അതിനുവേണ്ടി ജീവൻ കൊടുത്ത, അതിനുവേണ്ടി ഇനി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന യുവാക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ. കുഴിയിൽ പിണറായി വിജയൻ വീഴുകയായിരുന്നോ? പിണറായി വിജയനും BJPയും കൂടി ചേർന്ന് കുഴിച്ച കുഴിയിൽ കുറച്ചുപേരെങ്കിലും വീഴുകയായിരുന്നോ? അത് രണ്ടുമാകാറുണ്ട്. അത് രണ്ടുമാകാം. അതിന് രണ്ടിനും സാധ്യതയുണ്ട്. ഏതായാലും പൊട്ടക്കിണറാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമത്. ഈ ഇന്നലെ താങ്കൾ ജില്ലാ സെക്രട്ടറി വിശേഷിപ്പിച്ചത് ട്രൗസറിട്ട സെക്രട്ടറി എന്നാണ്. ആ ജില്ലാ സെക്രട്ടറി താങ്കളെ വിശേഷിപ്പിച്ചത് ഈ മണ്ണ് ഓർമ്മിക്കണം, ഇത് ഏറനാട്ടിലെ കുഞ്ഞാലിയുടെ മണ്ണാണ് എന്നാണ്. ഞാനും കുഞ്ഞാലിയെക്കുറിച്ച് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞാലിയുടെ മണ്ണിൽ ശ്രീ PV അൻവർ പാർട്ടിക്കെതിരെ പട നയിക്കുമ്പോൾ എത്ര പേർ ചേർന്ന് വരുമെന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങ് അതിനുള്ള മറുപടി നൽകണം. അങ്ങ് കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് പട നയിക്കുമ്പോൾ ഓർമ്മിക്കണം, ഇത് കുഞ്ഞാലിയുടെ ജീവൻ കൊടുത്തുയർത്തിയ പാർട്ടിയാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ചോദിച്ചത് വളരെ നന്നായിരുന്നു. ഇന്നലെ എനിക്ക് പറയാനുണ്ടായിരുന്നൊരു മെയിൻ പോയിന്റ് ആയിരുന്നത്. ഇന്നലെ സത്യത്തിൽ അത് സാധിച്ചില്ല, വിട്ടുപോയി. അപ്പോൾ ആ ചോദ്യം വളരെ നന്നായി. കാരണം സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് ഞാൻ വിജയിച്ചു കയറുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ ധീരോദാത്തമായ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ മാത്രമല്ല കിഴക്കൻ ഏറനാടിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കി കൊടുത്തത്. ആ അടിത്തറ ഉണ്ടാക്കിയ മണ്ണിൽ നിന്ന് ഞാൻ പോരാടി ജയിക്കുമ്പോൾ, ഞാൻ 2016 തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ എനിക്ക് കെട്ടിവെക്കാനുള്ള പണം തന്നത്
സഖാവ് കുഞ്ഞാലിയുടെ പത്നിയാണ്. കോഴിക്കോട് പോയിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. ആ തന്ന പണം ഇലക്ഷന് കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടക്ക് എത്രയോ കുഞ്ഞാലി ദിനങ്ങൾ, 8 കുഞ്ഞാലി ദിനങ്ങൾ ഇവിടെ കടന്നുപോയി. ആ 8 കുഞ്ഞാലി ദിനങ്ങളിലും ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ബൈപ്പാസിൻ്റെ പേര് സഖാവ് കുഞ്ഞാലി എന്നാക്കണം എന്ന് പാർട്ടിക്ക് എഴുതി കൊടുത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി കൂടി തീരുമാനമാക്കിയതാണ്. രണ്ടാമത്തെ കാര്യം, വരാൻ പോകുന്ന കോളേജ് ഇപ്പം അപ്രൂവ് ചെയ്ത് കെട്ടിടം പണി തുടങ്ങാൻ പോകുന്ന കോളേജ് അത് സഖാവ് കുഞ്ഞാലിയുടെ പേര് നാമധേയത്തിലാകണമെന്ന് ഞാൻ പാർട്ടിക്ക് കൊടുത്തു. അത് പാർട്ടി അംഗീകരിച്ചതാണ്. മൂന്നാമതൊന്നുകൂടി ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന്. അപ്പോൾ എനിക്ക് ഈ ഏരിയ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കാനുള്ള ഡോക്ടർ അരുൺ, ഈ കുഞ്ഞാലിയുടെ പേരിൽ ഈ നിലമ്പൂർ മണ്ണിൽ ഒരു വായനശാലക്കൊരു റൂം ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഈ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു റൂം പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ പാർട്ടി സഖാക്കൾ പാർട്ടി ഓഫീസറിനാക്കുമ്പോൾ പേര് വെച്ചിട്ടുണ്ടാവും. ഒരു സാംസ്കാരിക കേന്ദ്രം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആശുപത്രിയിൽ ഒരു ബ്ലോക്ക്, സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ 10 ദിവസം കൊണ്ട് പൈസ കിട്ടും. 10 ദിവസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ സഖാക്കളും അതിലേക്ക് പൈസ അയക്കും. അവിടെ വരുന്ന ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ ഈ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഡോക്ടർ അരുൺ. കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് പറഞ്ഞാൽ പോരാ. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? എന്ത് സഹായമാണ് ആ കുടുംബത്തിന് ചെയ്തത്? നിങ്ങൾ കുഞ്ഞാലിയുടെ കുടുംബത്തിനെ വിളിക്കൂ. നിങ്ങളുടെ മക്കളുണ്ടല്ലോ, ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 2-3 വർഷമായി. എന്താണ് പാർട്ടി അവർ ആശുപത്രിയിൽ കിടക്കുമ്പം അവർ സാമ്പത്തികമായി എന്ത് ചെയ്തു കൊടുത്തു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ആ കുടുംബത്തോട് അരുൺ നിങ്ങൾ ചോദിക്കണം. മക്കളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങേ പ്രതിരോധിക്കാൻ വേണ്ടി പാർട്ടി ഇപ്പോഴും ഉപയോഗിക്കുന്ന ഏറനാട് ചെഗുവേര എന്ന സഖാവ് കുഞ്ഞാലിയോട് പാർട്ടി നീതി കാട്ടിയിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ ഈ പറഞ്ഞതൊക്കെ അരുൺ കേട്ടില്ലേ? അത് നീതിയാണോ അതോ അനീതിയാണോ? കുഞ്ഞാലിയുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അന്വേഷിക്കേ. ഫോൺ നമ്പർ ഞാൻ തരാം. അവരെ വീട്ടിൽ നിങ്ങൾ പോകണം, അവരോട് ചോദിക്കൂ ഈ പാർട്ടി കുഞ്ഞാലിക്ക് ആ കുടുംബത്തോട് എങ്ങനെയാണ്, എന്ത് നീതിയാണ് കാണിച്ചതെന്നുള്ളത്. ഒന്നും കാണിച്ചിട്ടില്ല ഡോക്ടർ അരുൺ. എന്നുള്ളത് കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന്, കുഞ്ഞാലിയെ അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഇവർ വിറ്റ് തിന്ന് ജീവിക്കുകയാണ്. ഞാൻ അവിടെ MLA ആയി ചെന്നിട്ടാണ് ഈ പറയുന്ന ബൈപ്പാസിനും കോളേജിനും സഖാവ് കുഞ്ഞാലിയുടെ പേരിടണമെന്നാണ് കത്ത് കൊടുക്കുന്നത്. ഇതാണ് വസ്തുത. അപ്പോൾ ശ്രീ പി വി അന്വേഷിക്കട്ടെ, നിങ്ങളും അന്വേഷിക്കേ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ന്യൂനപക്ഷ സ്നേഹം എന്നുള്ളത് കപടമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? സ്ട്രെയിറ്റ് ഇപ്പൊ പരിപൂർണമായും കപടമാണ്. യാതൊരു തർക്കവുമില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടി ആ നിലപാടിലാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പാർട്ടിയുടെ ഈ പറയുന്ന ഈ വിഷയത്തോട് ഈ RSSും BJPയുമായി താതാത്മ്യം പ്രാപിച്ച് നടക്കുന്ന വളരെ കുറഞ്ഞ ലീഡർഷിപ്പേ ഉള്ളൂ. അതിലൊന്നാണ് ഈ പറയുന്ന മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി. പക്ഷേ CMൽ നിന്ന് ഒരിക്കലും കേരളത്തിലെ ജനത ഇത് പ്രതീക്ഷിച്ചിരുന്നുണ്ടായിരുന്നില്ല. പൗരത്വ ഭേദഗതിയിലൊക്കെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, വെറുതെ പറയണ്ടല്ലോ, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആത്മാർത്ഥപരമായിട്ടിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടിനാണ്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പൗരത്വ നിയമ ഭേദഗതിയാണെങ്കിലും ശരി, സിവിൽ കോഡ് വിഷയമാണെങ്കിലും ശരി, മുത്തലാഖ് വിഷയമാണെങ്കിലും ശരി, ഈ വിഷയങ്ങളിലൊക്കെ സംസ്ഥാനത്തുടനീളം ഈ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചും മലബാർ കേന്ദ്രീകരിച്ചും ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM. അവരെ ചേർത്തു നിർത്താൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇതാ വർഗീയതയെ ചെറുക്കുന്ന നേതാവെന്നൊരു ഇമേജ്, ഒരു പ്രതിച്ഛായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു താനും. അതെങ്ങനെയാണ് ഈ 1.5 വർഷം കൊണ്ട് അതൊരു കപട സ്നേഹമായി പരിണമിച്ചിട്ടുണ്ടാവുക? അതിലൊരു കാരണമുണ്ടാവണ്ടേ ശ്രീ PV അൻവർ? അല്ല, അതിനൊരു കാരണം ഞാൻ കാണുന്നത്, ഞാൻ ഊഹിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല, നാളെ തെളിവും ചോദിച്ചൊന്നും വരണ്ട. നമുക്കൊരു കോമൺ സെൻസ് പൊതുവായിട്ട് എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ADGPയെ ഇപ്പോഴും ഇദ്ദേഹം ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? കയ്യും കാലും പിടിച്ച് ആളുകൾ വലിക്കുകയാണ് CMൻ്റെ ഒന്ന് പിടിവിടാൻ വേണ്ടിയിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികൾ ഈ പൊതുസമൂഹത്തിൽ ചില ആളുകൾക്ക് ഈ സമൂഹം വില കൽപ്പിക്കുന്ന കുറേ സാമൂഹ്യ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്. പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ അതിഭയങ്കരമായ സമ്മർദ്ദം,
ഇതൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഈ ADGP അജിത് കുമാറിനെ ഇദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? അരുൺ, നിങ്ങളൊക്കെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ആഘോഷിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നില്ലല്ലേ? അദ്ദേഹം പറഞ്ഞ ഈ ഏറ്റവും വലിയ തമാശ എന്ന്. അദ്ദേഹത്തെ ഞാൻ തൽസ്ഥാനത്ത് മാറ്റി അപ്പുറത്ത് ഇരുത്തിയിട്ട് എന്താ കാര്യം? ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട അരുൺ, ഞാൻ പറഞ്ഞ ഈ സ്വർണവും ബാക്കിയെല്ലാം നിങ്ങൾ വിടൂ, റിദാൻ വിടൂ, മാമി വിടൂ. അദ്ദേഹത്തിനെതിരെ കൃത്യമായ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവനന്തപുരത്തെ വാങ്ങിയ ഫ്ലാറ്റ് 33,80,000 രൂപ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നു, ക്യാഷ് റിസീവ്ഡ്. തിരിച്ച് 10 ദിവസം കഴിയുമ്പോൾ 65 ലക്ഷം രൂപക്ക് വിൽക്കുന്നു, ക്യാഷ് റിസീവ്ഡ്. 10 ദിവസം കൊണ്ട് ഒരു ഫ്ലാറ്റ് ഇരട്ടി വിലക്ക് വെക്കുന്നു. ഇത്രയും വലിയ സാമ്പത്തിക അഴിമതി എങ്ങനെയാണ് നടക്കുക? എങ്ങനെയാണ് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ 5 പൈസ ഒഫീഷ്യലായിട്ട് അതിൽ കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? അധികാര ദുർവിനിയോഗമല്ലേ? ആ അധികാര ദുർവിനിയോഗവും ഈ സാമ്പത്തിക ഇടപാടും മാത്രം മതി അദ്ദേഹത്തെ വിജിലൻസിന് സസ്പെൻഡ് ചെയ്യാൻ. 2 മണിക്കൂർ മതി. തിരുവനന്തപുരത്ത് ഈ DGP ഓഫീസിൻ്റെ മൂക്കിന് താഴെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. എന്താ ചെയ്തത്? വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം നീട്ടിക്കൊടുത്തു. ഇതാർക്ക് വേണ്ടിയാ? ഇതൊക്കെ ആർക്കും മനസ്സിലാകത്തില്ല അരുൺ. ഇനി എന്താ ഇനി ഞാൻ പറയേണ്ടത്? എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത്? സാങ്കേതിക പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ വേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ്. നമുക്കറിയില്ല എന്താണ് നടപടി വരാൻ പോകുന്നത്. കാരണം സെൻകുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ വലിയ വീഴ്ച, അതാണ് എ കെ ബാലൻ ഇന്ന് ചൂണ്ടിക്കാട്ടുന്നത്, ഉണ്ടാവാതിരിക്കാൻ സമഗ്രമായ പഴുതടച്ചുള്ളൊരു അന്വേഷണം. ആ അന്വേഷണത്തിന് അല്പം സമയം വേണമല്ലോ. അങ്ങ് പറയുന്നത് പോലെ ഈ തിടുക്കപ്പെട്ട് നാളെ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങ് പറയുന്നത് കേട്ട് മാറ്റിയാൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന ആരോപണം അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതായിരിക്കും. അപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം വരട്ടെ. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയെടുക്കാം. അതുവരെ ഒന്ന് കാത്തിരിക്കാമായിരുന്നില്ലേ എന്നാണ് പാർട്ടി പ്രവർത്തകർ എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ PV അൻവർ, 2 കാര്യം. വിജിലൻസ് അന്വേഷണത്തിന് എന്തിനാണ് ഇത്ര സമയം? ഈ കൊടുത്ത ഡോക്യുമെന്റ് പരിശോധിച്ചാൽ അത് വാസ്തവമാണെന്ന് 1 ദിവസം കൊണ്ട് അറിയാലോ, 1 ദിവസം കൊണ്ട് അറിയാലോ. അതിനെന്തിനാ സമയം? പിന്നെ രണ്ടാമത്, പഴുതടച്ച അന്വേഷണം നടത്തുന്നു എന്നിവർ പറയുന്നു. പാർട്ടി എന്നോട് അഭ്യർത്ഥിച്ചു, നീ പ്രസ്താവന നടത്തരുത്, ഞാനത് അംഗീകരിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, കേസ് സത്യസന്ധമായി അന്വേഷിക്കണം, അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടിക്കാണെന്നല്ലേ. പാർട്ടി അത് ചെയ്തോ? ചെയ്തില്ലല്ലോ. എടവണ്ണ റിദാൻ വധക്കേസടക്കം ഈ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് കോടതിയിൽ പോകുന്നു. ഞങ്ങൾക്ക് വേറെ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുനരന്വേഷണം തരണം, വിചാരണ നിർത്തിവെക്കണം. ഇതിന് വലിയ തെളിവെന്താ? ഇതൊക്കെ തെളിവല്ലേ? ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ നിങ്ങളെ കൂട്ടി പോകേണ്ടി വന്നു. ഒരാൾ അന്വേഷിച്ചോ? ഈ 180ഓളം കേസുകളിൽ ഒരാളെ വിളിച്ച് പോലീസ് അന്വേഷിച്ചോ? അതും ഞാൻ സഹിച്ചു നിന്നു. പിന്നെ എൻ്റെ പ്രതീക്ഷ എവിടെയാ? പാർട്ടിയിലാ. ഗോവിന്ദമാഷ് വരാൻ കാത്തിരിക്കുക. അദ്ദേഹം വരുന്നു, നിങ്ങൾ ചോദിക്കുന്നു അൻവറിൻ്റെ പരാതിയിൽ കഴമ്പൊന്നുമില്ല പ്രഥമ ദൃഷ്ടിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രഥമ ദൃഷ്ടിയ ഒന്നുമില്ലെങ്കിൽ ആ പേപ്പർ അങ്ങോട്ട് ഇടുക, ബാസ്ക്കറ്റിലേക്ക്, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അരുൺ? ഞാൻ ജയിലിൽ പോകണോ ഇവരെ കൂടെ നിന്നിട്ട്? ഇതല്ലേ ഇതിൻ്റെ വസ്തുത? ഇതെന്താ പാർട്ടി പ്രവർത്തകർക്ക്, സഖാക്കൾക്ക് മനസ്സിലാവാത്തത്? പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യം അത് സാങ്കേതികത്വമാണെന്ന് എനിക്കറിയാം. കാരണം നിലവിൽ ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ CP ഉന്നയിച്ച, താങ്കൾ ഉന്നയിച്ച ഈ RSS കൂടിക്കാഴ്ച മാത്രം മതിയായിരുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ടത് സാധ്യമാകുന്നതുമാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു കോടതി നടപടി അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ളൊരു നടപടി സർക്കാരിന് വരാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അതങ്ങ് പറഞ്ഞതുപോലെ ആ കാലതാമസം അതങ്ങേക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ചോദ്യം, ഇന്നിപ്പോൾ P. രാജീവ് അടക്കമുള്ളവർ പറയുന്നതും നേരത്തെ A. കെ. ബാലനും TP രാമകൃഷ്ണനും അടക്കമുള്ളവർ പറയുന്നതും ഇന്നലെ അവിടെ കൂടിയിരുന്നവരിൽ 99% താങ്കൾ പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ SDPIക്കാരും വെൽഫെയർ ജമാഅത്തേക്കാരുമാണ് താങ്കൾക്ക് പൂർണ്ണമായ പിന്തുണ വരും. കുറച്ച് ലീഗുകാരുമാണ് പിന്തുണ വന്നിരിക്കുന്നത്. CPMന് അതുകൊണ്ടൊന്നും ഒരു ഇളക്കവും തട്ടില്ല എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് ഒരാളെ പോലും കൊണ്ടുവരാൻ സാധിച്ചോ എന്നതാണ് ചോദ്യം. എനിക്ക് തമാശയായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശബരിമല ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നത് കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിലെ എല്ലാ സ്ത്രീകളും നമുക്കൊപ്പമാണ്, ഒറ്റക്കെട്ടായിട്ട് അവർ വോട്ട് ചെയ്യും. ഇത് വെറും പ്രചരണമാണ്. BJP 4 ആളെ റോട്ടിലിറങ്ങി പ്രകടനം നടത്തുന്നേ ഉള്ളൂ. പക്ഷേ ഹൈന്ദവ സമൂഹത്തിലെ മുഴുവൻ സഹോദരിമാരും ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനോടൊപ്പമാണ്. എന്താ ഉണ്ടായത്? അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ വരുന്ന ആളുകളൊക്കെ സാമൂഹ്യ വിരുദ്ധരും കള്ളക്കടത്തക്കാരും കൊള്ളക്കാരുമാണെന്ന് അവരാവർത്തിച്ച് അങ്ങനെ പറഞ്ഞോട്ടെ.
ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അവരുടെയൊക്കെ വിവരം, അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ ഈ രീതിയിലായിരിക്കും. എ കെ ബാലൻ പറഞ്ഞത് താങ്കൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു എന്നാണ്. താങ്കൾ ഒരു വർഗീയവാദം ഉന്നയിക്കുന്നു, മതത്തെയും വിശ്വാസത്തെയും കൂട്ടുപിടിച്ചു പറയുന്നു, കേരളത്തെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ വരുത്തുന്നു. യഥാർത്ഥത്തിൽ ആ ചോദ്യം എനിക്കുമുണ്ട് താങ്കളോട്. കേരളത്തിൽ 5 നേരം നിസ്കരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ശ്രീ പി വി അൻവർ? ഒരു തടസ്സമില്ല. അല്ല, അതില് ആ ചോദ്യം നന്നായി. ഞാൻ ഇന്നലെ വിട്ടുപോയ കാരണം. കേൾക്കുന്നുണ്ടായിരുന്നു? കേൾക്കാം. ഹലോ, കേൾക്കാം. അത് ചോദിച്ചത് കാരണം ഈ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പച്ചക്കള്ളാണ്. ഞാൻ നമസ്കരിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ എന്നെ നമസ്കരിക്കാൻ അനുവദിക്കുന്നില്ല അദ്ദേഹം എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കണം. എല്ലാ പത്രക്കാരും ഒരുമിച്ച് പറഞ്ഞതാണല്ലോ. ഞാൻ നോക്കിയിട്ട് എൻ്റെ അടുത്ത് വേറൊരു തെറ്റും കാണുന്നില്ല. ഞാൻ കുറച്ച് അധിക പ്രസംഗിയാണ്. ഈ വിഷയങ്ങളിലൊക്കെ പോയി അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാറുണ്ട്. സുജിത്താറിൻ്റെ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരെ, ടാക്സിക്കാരെ വൈകുന്നേരം വരെ 1000 രൂപക്ക് ഓടുന്ന ഒരു ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈൻ ഇടുന്നത് ശരിയല്ല എന്ന് ഞാൻ ശക്തമായി പറയാറുണ്ട്. ലൈഫ് പദ്ധതിക്ക് മണ്ണെടുക്കുമ്പോൾ അതിന് തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ നിലപാട് ശരിയല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ സഹായം കൊടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുമെന്ന് പറയാറുണ്ട്. ഇത് പിന്നെ ഞാൻ എന്നെ നമസ്കരിക്കാൻ തടസ്സം. എത്രയോ സഖാക്കൾ നമുക്കറിയാതെ എവിടെയൊക്കെ ഈ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ 6:30 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ അവിടുന്ന് എൽ സി സെക്രട്ടറി തന്നെ പറയും നമുക്ക് ബാങ്ക് കൊടുത്തിട്ട് MLA നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന്. ഇതല്ല ഇവിടെ നടക്കുന്നത്. അതിനെ നേരെ ഉൾട്ട അബ്ദുള്ള കുട്ടി പറഞ്ഞതുപോലെ എന്നെ തടഞ്ഞ് നിസ്കരിക്കാൻ പോണത് അതല്ല ഞാൻ പറഞ്ഞത്. അതായത് താങ്കളെ പാർട്ടി ഒരു കാരണവശാലും നിസ്കരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടില്ല. പൊതുവെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഇമേജ് അതാണ്. താങ്കളെ പാർട്ടി, ഈ പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ നിസ്കരിക്കുന്നതിന് തടസ്സപ്പെടുത്തി എന്ന് താങ്കൾ പറഞ്ഞു എന്നാണ് പ്രചരണം. പച്ചക്കള്ളം. കാരണം ഞാൻ തെളിവ് പറയാം. ഈ പറയുന്ന പല സഖാക്കളുടെ വീട്ടിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഹിന്ദു കുടുംബത്തിൽ അവർ ഒരു എന്താ പറയുക, കഴുകിയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ തോർത്തുമുണ്ടോ കൊടുത്തരും എനിക്ക്. ഈ പലപ്പോഴും ഇത് ഉണ്ടാവുക ഈ 6:30 മണിയുടെ 3ാമത്തെ മഗ്‌രിബ് നിസ്കാരമാണ്. എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിം അല്ലാത്തവരുടെ വീട്ടിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൗകര്യം അവർ ചെയ്തുതരിക. പിന്നെ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുക. എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഈ പാർട്ടിയെ അടിസ്ഥാനമില്ലാത്ത കാര്യം ഞാൻ ഇന്ന് വരെ ഒരു വാക്കത് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പൗരത്വ ഭേദഗതിയുടെ പൊട്ടക്കിണറ്റിൽ മുസ്ലിങ്ങളെ തള്ളിയിടാനുള്ള അവസാന ഘട്ടമാണെന്ന് പറയുമ്പോൾ അരുൺ ചോദിച്ചല്ലോ, ഈ പൗരത്വ ഭേദഗതിയിലൊക്കെ ഇവരുടെ നിലപാട് ആത്മാർത്ഥപരമല്ലായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ആത്മാർത്ഥപരമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കളവ് പറഞ്ഞ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ നിലപാട് പറഞ്ഞു തന്നെ വ്യക്തമാണ്. അതങ്ങ് വ്യക്തമാക്കിയതിന് നന്ദി. കാരണം ആ പ്രചരണമാണ് ഇപ്പോൾ അങ്ങേക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. 2ാം അബ്ദുള്ള കുട്ടി എന്നൊരു വിശേഷണം ചിലരെങ്കിലും ചാർത്തി തരുന്നത്. അങ്ങ് അത് വിശദമാക്കിയതിന് നന്ദി. ഈ പാർട്ടിയിൽ നിസ്കരിക്കുന്നതിനൊരു തടസ്സവുമില്ല, അങ്ങനെ അങ്ങേക്ക് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ താങ്കൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ താങ്കളുടെ പേരും താങ്കളുടെ സ്വത്വവും ഈ പറയുന്ന ചിലർക്കെങ്കിലും ദഹിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അത് വാസ്തവമാണ് അല്ലേ പി വി അൻവർ? അത് 2 കാര്യത്തിലാണ് അരുൺ. സത്യത്തിൽ എന്നെ 2021 പരാജയപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു ഈ പറയുന്ന മോഹൻദാസ് ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ വിശദീകരിച്ചില്ല ഞാൻ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നില്ല, മുഖ്യമന്ത്രി വന്നില്ല, ഇടതുപക്ഷ നേതാക്കൾ വന്നില്ല, ഒരു ജില്ലാതല നേതാക്കൾ പോലും വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതിനൊരു കാരണം, ഞാൻ ഈ പറയുന്ന സൂചനയ്ക്ക് അപ്പുറമുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ഈ ഓഫീസിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവർ അപ്പോൾ അതിന് മറുപടി തരുന്ന ആ വാദഗതിയോട് ഇപ്പം ഞാൻ യോജിക്കാറില്ല. ഇപ്പം പറഞ്ഞില്ല, ഇപ്പം രാജീവും എന്താ പറയുക ബാലനൊക്കെ പറയുന്നത് പോലെ മുട്ടുന്യായങ്ങൾ പറയും. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമായിട്ടില്ല പറയാം. ഞാനൊരു കാര്യം കേട്ടാൽ ചുറ്റുപാടിലൊക്കെ ഒന്ന് അന്വേഷിച്ചത് അതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് ഞാനൊരു കാര്യം ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. പാർട്ടിയുടെ നിലപാട് ഇതാ. എന്ത് പാർട്ടി നിലപാട്? ഞാൻ പറയുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങൾ ആ നിലപാടിന് എതിരാണ് സെക്രട്ടറി എന്ന് ഞാൻ പറയുന്നത്. ആ നിലപാട് അങ്ങനെയാണെങ്കിൽ അത് മാറ്റണം. ജനം വേർതിരിയും, തൊഴിലാളികൾ മാറും, അവർക്ക് പ്രയാസമുണ്ട്, മണൽ വാരാത്തത് കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, അവരുമായി ജീവിച്ച മനുഷ്യരാണ്. ഈ മണൽ മുഴുവൻ ചാലിയാറിൽ മൂടി 2 ആൾ 3 ആൾ ഉയരത്തിൽ എന്താ പറയുക മല പോലെ കിടക്കുക പുഴയിൽ. ഒരു ചെറിയ മഴ പെയ്ത് വെള്ളം വന്നാൽ റോഡ് മുഴുവൻ ബ്ലോക്ക്, പറമ്പ് മുഴുവൻ ബ്ലോക്ക്.
എത്രയോ വട്ടം സർക്കാർ ഓർഡർ ഇട്ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത് എന്താ പറയുക കുഴിച്ചെടുക്കാൻ. ഒരിക്കലും മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിന് സപ്പോർട്ട് ചെയ്യില്ല. പാർട്ടി അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കില്ല. എന്താ കാരണം നമ്മുടെ കൃഷിക്കാർ ചില ആളുകൾ മാത്രമുള്ളത്. അവിടെ എംസാൻഡ് വെക്കണം. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് എൻ്റെ അരുണ്. ഇതിനൊക്കെ ഞാൻ എതിർക്കാറുണ്ട്. എനിക്ക് വരെ കൂടെ ചാരിപ്പോയി കൂടെ. അന്നത്തെ IPS 25 കൊല്ലം എൻ്റെ അടിമയായി നിൽക്കുന്ന പറയുമ്പോൾ എനിക്ക് അവർ വരെ ഇപ്പോൾ കൂടി നിന്നാൽ പോരെ. ഞാൻ നിന്നിട്ടില്ലല്ലോ. ഇപ്പം എന്ത് റിസ്ക്കാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ ആ റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾക്ക് എതിരെ കക്കാടംപൊയിലിന് അനധികൃത തടയണയുടെ പൊളിക്കാനുള്ള റീടെൻഡറിന് കൂടരഞ്ഞി പഞ്ചായത്ത് ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീ PV അൻവർ സാറില്ല, അവിടെ പൊളിക്കട്ടെ. അവർ പോയി എന്താണ് ഇനി അവിടെ പൊളിക്കാല്ലേ എനിക്കറിയില്ല. അവർ പോയി കണ്ടെത്തേണ്ടി വരും. മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടെത്തി പൊളിക്കേണ്ടി വരും. താങ്കളുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് എനിക്കറിയാം. ആ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് നൂലാമാലകളും കേസുകെട്ടുകളും താങ്കൾ നേരിട്ടു. ആ മുഖ്യമന്ത്രിയുടെ വിരൽത്തുമ്പിലിരിക്കുന്ന ആ പ്രൊജക്ടിന് ഇനി എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് PV അൻവർ? അല്ല, അതിലെന്ത് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നോക്കട്ടെ. കാരണം എല്ലാം കഴിഞ്ഞ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് കഴിഞ്ഞ 7-8 വർഷത്തെ എന്താ പറയുക നിയമ പോരാട്ടവും ടെക്നിക്കൽ പോരാട്ടവും കഴിഞ്ഞ് ഫൈനൽ ചെയ്ത് ആ വർക്ക്, അതായത് അവിടെ റീറ്റെയിനിങ് വാൾ കെട്ടാൻ വേണ്ടിയിട്ടാണ് GSI പറഞ്ഞിരിക്കുന്നത്, റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പാർക്ക് ഒരു കാരണവശാലും ഡിസാസ്റ്റർ ഏരിയയിലല്ലാന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലല്ല. GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഭൂമി സംബന്ധമായി പറയാനുള്ള അവസാനത്തെ അതോറിറ്റി പറയുന്നു PV അൻവറിൻ്റെ കക്കാടംപൊയിലെ പാർക്ക് ഡിസാസ്റ്റർ മേഖലയിലല്ല. പക്ഷേ അവിടെ റോഡിൽ കുറച്ച് റീറ്റെയിൻ വാൾ കെട്ടണം. അവിടെ നമ്മുടെ വേവ് പൂൾ ഉണ്ട്, ആ സ്ഥലത്തൊരു 30 മീറ്റർ റീറ്റെയിൻ വാൾ കെട്ടണം. ഇതാണ് ആകെയുള്ള സജഷൻ. അത് ഇപ്പോൾ NIT ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് അപ്രൂവൽ ചെയ്തിട്ട് CM-ന് കൊടുത്തിരിക്കുകയാണ്. CM ഒന്ന് വരച്ചാൽ ഈ സാധനം ഇവിടെ എത്തും. വരക്കൂല നമുക്ക് നോക്കാം. താങ്കൾ അറിയുന്ന താങ്കളുടെ ഉപ്പയ്ക്ക് തുല്യമായി കണക്കാക്കിയിരുന്ന PV അൻവർ അങ്ങനെ പിടിവാശിയും വൈരാഗ്യവും ഒക്കെ പുലർത്തുന്നയാളാണോ ശ്രീ PV അൻവർ? ഞാൻ വാശിയല്ല, ഞാനൊരു നിലപാടുണ്ടാവും. അത്രേ ഉള്ളൂ. നിലപാട് ഞാൻ ഉറച്ചു നിൽക്കും. അത് താങ്കളുടേതല്ല. എന്റെ പിതാവ് നിന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ താങ്കളെ വ്യക്തിപരമായി വേട്ടയാടുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ പിണറായി വിജയൻ? കാരണം PV അൻവർ, കാരണം ഇന്നലെ കോട്ടയത്ത് ഒരു കേസെടുത്തു. ആ കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ഫാദർ തോമസ് പീലിയാനിക്കലാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊന്നുമില്ല, മറ്റേതൊക്കെയോ ചില ബന്ധങ്ങളുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസ് കൊടുത്തപ്പോൾ എടുത്തു എന്നാണ് വിശദീകരണം. ഇപ്പോൾ കക്കാടംപൊയിലിൻ്റെ കാര്യത്തിൽ കൂടരഞ്ഞി പഞ്ചായത്തും തീരുമാനമെടുത്തു. 8 മാസമായി മുടങ്ങിക്കിടക്കുന്നതാണ് കോടതി ഉത്തരവാണ്. അപ്പോൾ താങ്കൾക്കെതിരെ വ്യക്തിപരമായി താങ്കളെ പിണറായി വിജയൻ വേട്ടയാടുമെന്നൊരു ഭയം താങ്കൾക്കുണ്ടോ ശ്രീ PV അൻവർ? അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഭയം എനിക്കതിലില്ല. തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയാൻ വയ്യ. ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാമല്ലോ. പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഡോക്ടർ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. ഞാൻ ബേജാറാകുന്നില്ല. ഞാൻ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അങ്ങ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത രണ്ടാമത്തെ കത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്താ പാർട്ടി പറയുന്നത്? പാർട്ടി പറയുന്നത് ഇല്ല എന്നാണ്. ഞാൻ ഡോക്ടർ അരുൺ, ഞാനത് പുറത്ത് വിടണം. സത്യത്തിൽ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും കൂടി എടുത്ത് ഞാനത് വായിച്ചു. ഞാനതിൽ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് പുറത്തേക്ക് വന്നാൽ ചില്ലറ തകരാറുകളല്ല പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഒരു സത്യത്തിൽ ഒരു ഇരട്ട മൈൻഡിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങ് ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചുരുങ്ങിയ പക്ഷം 3 പ്രധാനപ്പെട്ട വീഴ്ചകളെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. RSS ബന്ധം, തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒടുവിൽ ഹോം സെക്രട്ടറി തന്നെ DGP തയ്യാറാക്കിയ ശുപാർശയിന്മേൽ ADGPയുടെ റിപ്പോർട്ട് തള്ളിയത്, മൂന്നാമത്തത് താങ്കൾ പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവും. ഈ 3 മിനിമം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ P ശശിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു സൂചന മുന്നിലോട്ട് കൊടുക്കാൻ, അദ്ദേഹത്തിന് വീഴ്ച പറ്റിയതായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നതിനും അപ്പുറത്തേക്ക് ഒരു സൂചന കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതങ്ങ് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ
അത് ഗുരുതരമായ പ്രശ്നമാണ്. നയനാർ സർക്കാരിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അന്ന് മണിച്ചൻ മുതലുള്ള കേസുകളിൽ ആരോപണ വിധേയനായി പല ഘട്ടങ്ങളിലും നിന്ന, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന, അവിടെ നിന്ന് അവിശ്വസനീയമായ വിധം തിരിച്ചു കയറി വന്ന പി ശശിക്കെതിരെ അങ്ങനൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അങ്ങ് സൂചിപ്പിക്കുകയെങ്കിലും വേണം. കാരണം ഇപ്പോൾ എല്ലാ പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒരു സംശയം നിൽക്കുന്നത്, താങ്കൾ പറഞ്ഞതിൽ വലിയ ആരോപണം പി ശശിക്കെതിരെ ഇല്ല, ഇതൊക്കെ താങ്കളുടെ തോന്നലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം താങ്കൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടോ? ഒരു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പി ശശിക്കെതിരെ താങ്കൾ കൊടുത്ത രേഖയിലുണ്ടോ, പരാതിയിലുണ്ടോ? കൃത്യമായ സൂചന അതിലുണ്ട് ഡോക്ടർ അരുൺ. സൂചനയുണ്ട്. സൂചന നൽകിയിട്ട് ഞാൻ പാർട്ടിയോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. കൃത്യമായ സൂചനയുണ്ട്. അത് പഴയ കേസാണോ പുതിയ കേസാണോ? അല്ല, ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനൊരു പരാതി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? അങ്ങനൊരു പരാതി അവിടെ ഉണ്ട്? അല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പാർട്ടിയോട് സൂചിപ്പിച്ചത്. എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എഴുതി കൊടുക്കുകയും അത് നേർക്കുനേരെ പരാതിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ, പിന്നീട് എന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഈ പരാതി കൊടുത്തതിന് ശേഷം. ഞാൻ ഈ വിഷയത്തിൽ പിന്മാറണം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടും ആ കാര്യങ്ങൾ അവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ ഈ കാര്യങ്ങൾ എന്താണ് ആ എഴുതിയതിൻ്റെ ബാക്കി പത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പുറത്ത് വിടാറുണ്ട്, കുഴപ്പമില്ലല്ലോ. അല്ലല്ല, അതാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊരു പീഡന പരാതിയോ കേസോ പി ശശിക്കെതിരെ ഇല്ല. അവിടെയാണ് മുഖ്യമന്ത്രി പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക്. മാതൃകാപരമായ പ്രവർത്തനം അല്ലേ? എന്നെ സംബന്ധിച്ച്, ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അതായിരിക്കും വലിയ ഇഷ്യൂ പി ശശിക്കെതിരെ. പക്ഷേ ഞാനതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ കാര്യമാണത്. മറ്റത് മുഴുവൻ പൊളിറ്റിക്കലാണ്, സാമൂഹ്യപരമാണ്, പാർട്ടിക്ക് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ അവസാനം ഈ പറയുന്ന ഈ സൂചന എന്ന് പറയുന്നത് അത് പ്യൂർലി അദ്ദേഹത്തിൻ്റെ പേഴ്സണലാണ്. അത് നെഗറ്റീവ് അടിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ബാധിക്കുള്ളൂ. അത് അത്രത്തോളം ഈ പാർട്ടിയെയോ ഭരണത്തെയോ ഒന്നും ബാധിക്കില്ല. അയാളെ കൂടെ മാറ്റി നിർത്തി അത് തീർന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്ന 5-8 കാര്യങ്ങൾ അതിന് വളരെ വളരെ ഗൗരവമാണ്. അതിന് ഏറ്റവും ഗൗരവം കുറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന ഈ സൂചനകൾ. അങ്ങ് എപ്പോഴായിരിക്കും ആ കത്ത് അങ്ങ് പുറത്തു വിടുന്നുണ്ടോ ശരിക്കും പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത പരാതി? ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഒരു മാനസിക പ്രയാസം എനിക്കതിലുണ്ട്. ഞാൻ നോക്കട്ടെ. കാരണം അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പാർട്ടിക്ക് വളരെ സ്വകാര്യമായി കൊടുത്തൊരു കത്തല്ലേ. ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ അന്ന് കരുതുന്നില്ലല്ലോ. ഇതൊക്കെ ഒരു സത്യസന്ധമായി പോകുമെന്നല്ലേ നമ്മൾ കരുതിയത്. അതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ ചിലതൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വരുമ്പോൾ ചെറിയൊരു എന്താ പറയുക, നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവരങ്ങോട്ട് പോകുന്നത് നോക്കട്ടെ. ഈ ചളിവാരിയെല്ലാം എവിടെ എത്തുന്നു ഞാനൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം ഇപ്പോൾ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാൻ മതി. കാരണം അങ്ങേക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം നമ്മൾ അവസാനിപ്പിക്കുന്ന അവിടെയാണ്. അങ്ങ് ഓം ശാന്തി പറഞ്ഞുകൊണ്ടും കർത്താവിനെ സൂചിപ്പിച്ചുകൊണ്ടും അസ്സലാമുലൈക്കും പറഞ്ഞുകൊണ്ടും ലാൽ സലാം പറഞ്ഞുകൊണ്ടുമാണ് അങ്ങ് ഇന്നലെ പ്രസംഗം തുടങ്ങിയത് തന്നെ. പക്ഷേ പാർട്ടി ഇപ്പോഴും പറയുന്നത് താങ്കൾ കളിക്കുന്നത് വിശ്വാസ രാഷ്ട്രീയമാണ് എന്നാണ്. ജമാഅത്തയുടെ, SDP-യുടെ അങ്ങനെയാണ് എന്നൊരു ആരോപണം, ഒരു ചാപ്പ അങ്ങേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ എങ്ങനെ ആ ചാപ്പയിൽ നിന്ന് രക്ഷപ്പെടും ശ്രീ PB അൻവർ? ഞാനങ്ങനെ ചാപ്പ വീണെന്ന് വിശ്വസിക്കുന്നില്ല. അത് ഡോക്ടർ അരുണിന്റെ മാത്രം തെറ്റിദ്ധാരണയാണ്. അല്ലല്ല, അത് നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങിയത് അന്വേഷിച്ചു. ചാപ്പ എന്നുള്ള ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം തീക്കൊള്ളി എന്ന് പറഞ്ഞത് അതാണ്. ഇപ്പോൾ P. രാജീവിന്റെ ലേഖനത്തിലുള്ളത് അതാണ്. LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഞാനത് വായിക്കാം. അല്ല, അതായിക്കോട്ടെ. ആ കുത്തൽ ഏൽക്കില്ല. പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് സീലടിച്ച വല്ലതും പിടിക്കുമോ? അവിടെ ഈ പറയുന്ന ചുറ്റികയും എന്താ പറയുക സ്ക്രൂവും കൊണ്ടുവന്ന് അടിച്ച് കൊത്തിയെടുക്കണം പാറപ്പുറത്ത്. അല്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പ് കൊണ്ടുപോയിട്ട് പാറപ്പുറത്ത് കുത്തുന്ന പോലെ അവരെൻ്റെ പുറത്തുനിന്ന് നെഞ്ചത്തുനിന്ന് അത് കുത്തിയിട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് ഇന്നലെ അത്രയും വിശദമായി അത് വിശദീകരിക്കപ്പെട്ടത്. ഇതൊക്കെ ഇപ്പോൾ പ്രപഞ്ച സത്യം ഈ നാട്ടിൽ ഉള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ വിട്ടു. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ അവർക്ക് ഇത് താങ്ക് യു. നമ്മൾ ഏറെ നേരം സംസാരിച്ചു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലും താങ്കളെ കേൾക്കാൻ ആളുകൾ എത്തും. ആളുകൾ ടെലിവിഷൻ ചാനലിലൂടെ കാണുന്നുണ്ട്. നമ്മളുടെ റിപ്പോർട്ടറിൻ്റെ യൂട്യൂബിൽ നിന്ന് മാത്രം 1 ലക്ഷത്തിലധികം ആളുകളാണ് താങ്കളെ തത്സമയം കേട്ടത് ശ്രീ PB അൻവർ.
അതിൽ കൂടുതൽ ആളുകൾ തീർച്ചയായും ടെലിവിഷൻ സെറ്റുകളിലൂടെയും താങ്കളുടെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. താങ്ക് യു ശ്രീ PV അൻവർ. PV അൻവറാണ് നമ്മളോട് സംസാരിച്ചത്. തുറന്നു പറഞ്ഞിരിക്കുന്നു, 2 തെറ്റിദ്ധാരണകൾ PV അൻവർ മാറ്റിയിരിക്കുന്നു. ഈ പാർട്ടിയിൽ നിസ്കരിക്കാൻ കഴിയില്ല എന്നൊരു പ്രസ്താവന PV അൻവർ നടത്തിയിട്ടേയില്ല. താൻ 5 നേരം നിസ്കരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം പാർട്ടിയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തുറന്നു പറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രണയം ഇപ്പോൾ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പിണറായി വിജയൻ്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമെന്ന് ആരോപിക്കുന്നതിനിടയിലാണ് ശ്രീ PV അൻവർ അത് തുറന്നടിച്ചിരിക്കുന്നത്. ഒരു പൊട്ടക്കിണറ്റിലേക്ക് ന്യൂനപക്ഷങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ, RSS ബാന്ധവം മറയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുപോകുന്നു എന്നാണ് PV അൻവർ ആരോപിച്ചിരിക്കുന്നത്.